ഹലോ, ഞങ്ങൾ രണ്ടാളുള്ള ഫസ്റ്റ് സോളോ ട്രിപ്പ് ആണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പത്തനാപുരത്തുനിന്ന്. സോ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ പത്തനാപുരം വരെ പോകുന്നത്. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. അനിയൻ സ്കൂട്ടിയിൽ ലഗേജ് ഓട്ടൊക്കെ വരുന്നുണ്ട്. അല്ല, ലഗേജ് ഓട്ടോറിക്ഷയിലാണ്, അവൻ കൊണ്ടാക്കാൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് സോളോ ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന്. അല്ലേ അനായനോ? എൻ്റെ വീട്ടിൽ നിന്ന് പത്തനാപുരം വരെ ഒരു 9-10 കിലോമീറ്റർ ഉണ്ടാവും. ഇപ്പം മിക്ക ആൾക്കാർക്കും സ്വന്തം വണ്ടി ഉള്ളത് കൊണ്ട് അതിൽ പത്തനാപുരം വരെ പോവാം. പത്തനാപുരത്തേക്കും പുനലൂരിലേക്കും നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ടെങ്കിൽ പുനലൂരും അല്ലെങ്കിൽ ആവണിശ്വരത്തുമാണ്. ആവണിശ്വരം ഈ പത്തനാപുരത്തിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് വരും. അങ്ങനെ ഞാൻ മിക്കപ്പോഴും ട്രെയിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നൈനു ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബസ് ചൂസ് ചെയ്ത്. കാരണം നൈനുവിന് ട്രെയിൻ അത്ര കംഫർട്ടബിൾ അല്ല. അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രം ഹാൻഡിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അടപ്പളകും. ഇത് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണേ. എനിക്ക് ഈ വ്യൂസ് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് അറിയോ? 10ാം ക്ലാസ്സിൽ ട്യൂഷന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് 6 മണി 6:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ ഒരു ടീമുണ്ടാവും. ഞങ്ങൾ ഇറങ്ങി നടക്കും ഇതുവഴി. നല്ല മഞ്ഞും നല്ല കാലാവസ്ഥയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ആനയുള്ളതുകൊണ്ട് അധികം അങ്ങനെ ആൾക്കാരും നടക്കാറില്ല. അങ്ങനെ നമ്മളത് ഈ പത്തനാപുരത്തെത്തി. അനിയൻ സ്കൂട്ടിയിൽ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വൈകിട്ട് അവിടെ നിന്ന് ഓരോ ബസ്സേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പുന്നല ജംഗ്ഷനിൽ വരണം. പുന്നലയിൽ നിന്ന് എപ്പോഴും മോടിഞ്ഞറി ഉണ്ടാവും. പക്ഷേ എന്തോ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിങ്ങ് പോന്നു. അങ്ങനെ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി. ആദ്യമൊക്കെ നൈനു ഒന്നടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പഴമൊക്കെ കൊടുത്ത് സെറ്റാക്കി. ഞാൻ ബസ് ബുക്ക് ചെയ്യാൻ കാരണം നമുക്ക് സ്വന്തമായിട്ട് ഇരിക്കാമല്ലോ, വേറൊരാളെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടോ. 2 സീറ്റ് ഞാൻ ബുക്ക് ചെയ്തു. എൻ്റെ ലഗേജൊക്കെ അടുത്ത സീറ്റിൽ വെച്ചു. കാരണം നൈനുവിനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഉറക്കണമെന്നുണ്ടെങ്കിലൊക്കെ ആളുടെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ 2 സീറ്റ് ബുക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ ഈ ഒരു ടിഷ്യൂ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് മദേഴ്സ് പാഷൻ്റെ 99% പ്യുവർ വാട്ടർ ബേസ്ഡ് വെറ്റ് ടിഷ്യൂ ആണ്. അവരുടെ കൈയും കാലുമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത, അധികം കെമിക്കലില്ലാത്ത ഒരു വെറ്റ് ടിഷ്യൂസാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വിൻഡോസിലൂടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നൈനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. പഴവും കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തിരി വിശന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ കൊടുത്താണ് കൊണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സമാധാനം. കാരണം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്തിരുന്ന് ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് കുട്ടിക്ക് ചിലപ്പോൾ തണുപ്പ് കൂടിയതായ കാരണമായിരിക്കും എന്തെങ്കിലുമൊക്കെ എന്തോ പറഞ്ഞു. എനിക്കതൊന്നും കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. ഞാൻ കൂടുതലും നൈനുവിനെ മാത്രം ഫോക്കസ് ചെയ്യായിരുന്നു. ആളെന്തോ പറഞ്ഞിട്ട് പോയി. പിന്നെ നൈനു അങ്ങ് ഉറങ്ങി. ആ സമയത്ത് എനിക്ക് അനിയൻ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. കാരണം എൻ്റെ മൂടാകെ തെറ്റിയിരിക്കുകയായിരുന്നു. എനിക്കത് ചോക്ലേറ്റൊക്കെ എടുത്ത് തിന്നപ്പോൾ കുറച്ച് സെറ്റായി. കൂടുതലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നൈനുവിനെ മാത്രമേ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവളെ കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രാവൽ ഭയങ്കര സ്മൂത്ത് ആവുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സോളോ ട്രിപ്പാണല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആൾ ഉറങ്ങിയപ്പോൾ ഞാനും കുറച്ച് നേരം കോട്ടയം വരെ ഉറങ്ങി കേട്ടോ. പിന്നെ കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കിനും ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന്. ഞാൻ 2-3 അപ്പം എടുത്ത് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, നൈനുവിന് കൊടുക്കാനും പിന്നെ എനിക്ക് കഴിക്കാനും വേണ്ടിയിട്ട്. അമ്മ എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല സ്മൂത്തായിട്ടുള്ള അപ്പവും പിന്നെ അതുപോലെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും. വല്ലാത്തൊരു കഴിവാട്ടോ. ഞാനത് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ അമ്മമ്മയുടെ അത്രയ്ക്ക് എത്താറില്ല. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ കഴിച്ചു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എനിക്കതിന് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പത്തിലൊന്നും നിന്നില്ല കേട്ടോ എൻ്റെ വിശപ്പ്. അങ്ങനെ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കപ്പലണ്ടി മിഠായിയും പിന്നെ പഴമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പഴത്തിൻ്റെ കഥയും അമ്മമ്മ നിർബന്ധിച്ച് പഴം വാങ്ങിപ്പിച്ചതാണ്. കാരണം നൈനുവിന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ് പഴം. എപ്പോഴെങ്കിലുമൊക്കെ അവൾക്ക് വിശക്കുമ്പോൾ പഴം കൊടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കപ്പലണ്ടി മിഠായിയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്നുണ്ടായിരുന്നു. ചെവിയിൽ എന്തെങ്കിലും പാട്ടൊക്കെ വെക്കണമെന്ന് തോന്നി. പക്ഷെ എന്തോ എൻ്റെ ഫുൾ ഫോക്കസും അറ്റൻഷനും മൊത്തം നൈനുവിലായിരുന്നു. പക്ഷെ അതിനോടൊപ്പം എൻ്റെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടബിളായിട്ട് എടുത്ത് വെച്ചിരുന്ന സാധനമായിരുന്നു കേട്ടോ ഈ കപ്പലണ്ടി മിഠായി. അങ്ങനെ കപ്പലിൻ്റെ മിഠായിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഉറങ്ങണം എന്നുണ്ട്. എനിക്ക് ഉറക്കം വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും അല്ല, ബേസിക്കലി എനിക്കെന്തോ കുട്ടിയുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ തോന്നിയില്ല. അപ്പോൾ അവൾ ഉറങ്ങുന്ന ഇങ്ങനെ നോക്കിയിരുന്നു ഞാൻ. അങ്ങനെ നമ്മളിത് കണ്ടോ, ഈ 7-അപ്പിൻ്റെ കുപ്പിയുടെ അടപ്പൊക്കെ അവളുടെ അടുത്ത് എവിടെയോ കളഞ്ഞു. ആക്ച്വലി കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. 11:10 പറഞ്ഞ ബസ് വന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. ഇവിടെ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ 4:45 കോട്ടയം കഴിഞ്ഞിട്ട് ബസ് ഭയങ്കര പതിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്താണെന്നറിയില്ല.
എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ്സിൽ കയറിയപ്പോൾ നൈനും അത്യാവശ്യം അടച്ചിലായിരുന്നു. എനിക്കൊന്നും വീഡിയോ പിടിക്കുന്ന ഇഷ്ടമല്ല, കുട്ടികളുടെ ടാൻട്രം. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ നൈനും കുറച്ച് നേരം ഉറങ്ങി. കോട്ടയം വരെയൊക്കെ ഉറങ്ങി കേട്ടോ. കോട്ടയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഉറങ്ങിയുള്ളൂ. പിന്നെ ആൾ പിന്നെ ബഹളം വെച്ച് തുടങ്ങി. ആൾക്ക് ഇവിടെ എങ്ങനെയും എത്തിയാൽ മതിയെന്നായിരുന്നു. പിന്നെ എനിക്കിവിടെ എങ്ങനെയും എത്തിയാൽ മതിയെന്നായിപ്പോയി. എന്തായാലും ഞങ്ങളിങ്ങ് എത്തി.